മലയാളി ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും മുട്ടക്കറിയുമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന ചേരുവകൾ: സവാള 4 എണ്ണം മീഡിയം സൈസ് നീളത്തിൽ ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി 150 ഗ്രാം ചെറുതായി അരിഞ്ഞത്, തക്കാളി 2 എണ്ണം മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, കടുക്, വെളിച്ചെണ്ണ, മുട്ട 5 എണ്ണം, മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാൻ വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിനുശേഷം കറിവേപ്പില ഇടുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇടുക. സവാള പകുതി വഴന്നു വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇടുക. രണ്ടും ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക് ഇവ ചേർക്കുക. അതും നല്ലപോലെ വഴന്നു വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളപ്പിക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി ഒന്ന് തുറന്ന് നല്ലപോലെ ശരിയായിട്ടുണ്ട്.
നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1/2 കിലോ 6 മണിക്കൂർ കുതിർത്ത് വെച്ചത്, തേങ്ങ 1/2 മുറി, ചോറ് 1/2 ബൗള്, ഈസ്റ്റ് 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്ത് 6 മണിക്കൂർ വെച്ച മാവാണിത്. മാവ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കാം. അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം മാവ് ഒഴിച്ച് ചുറ്റിച്ച് 2 മിനിറ്റ് ശേഷം അടച്ചു വയ്ക്കുക. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാർ. വീണ്ടും അതുപോലെ തന്നെ മാവ് ഒഴിച്ച് ചുറ്റിച്ച് 2 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീണ്ടും നല്ലൊരു ഡിഷുമായി അടുത്ത ദിവസം കാണാം.